സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന മാനേജ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ മെറിറ്റ്സ് ഓഫ് IRR മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? നമുക്ക് 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 5 ഓപ്ഷനിൽ ഏതൊക്കെയാണ് IRR മെത്തേഡിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ, IRR മെത്തേഡ് റെക്കഗ്നൈസ്ഡ് ടൈം വാല്യൂ ഓഫ് മണി. എന്താണ് ഇത്? ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അക്സെപ്റ്റൻസ് റൂളർ ആർ ഗ്രേറ്റർ ദാൻ കെ. എസ്, ആർ ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ എന്താണ്? നമ്മൾ ആ ഒരു പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആർ എന്താണ്? ലെസ് ദാൻ കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊജക്ട് റിജക്ട് ചെയ്യും. സോ ഓപ്ഷൻ നമ്പർ 2 ഈസ് എ കറക്റ്റ് ഓപ്ഷൻ. Then it consider all cash flows occurring over the entire life of the project to calculate the rate of return. Okay, so IRR മെത്തേഡിലും NPV മെത്തേഡിലും എല്ലാം നമ്മൾ ഒരു പ്രൊജക്ടിന്റെ എൻറ്റയർ ലൈഫിലെ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്താണ് ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഓൾസോ കറക്റ്റ് ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ, IRR method is a good choice for mutually exclusive project. ഇതൊരു തെറ്റായൊരു ഓപ്ഷൻ ആണ്. നമുക്കറിയാം IRR മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് ആണ്, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് മെത്തേഡ് ഫോർ മെഷറിംഗ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്. സോ ഓപ്ഷൻ നമ്പർ ഇ, വാല്യൂ അഡിക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ ഇംപ്ലൈസ് ഇൻ IRR മെത്തേഡ്, അതും റോങ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ്. So correct option is A, B, C. Option number 3. So next question, which of the following strategies are true to become a family friendly manager? Okay, ഇതിന് നമുക്ക് 5 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഒരു ഫാമിലി ഫ്രണ്ട്ലി മാനേജറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നമുക്ക് തന്നിരിക്കുന്ന ഈ 5 ഓപ്ഷനിൽ നമുക്കറിയാം ഓപ്ഷൻ ഇ ഇസ് ദ റോങ് ഓപ്ഷൻ. അലോയിങ് ബാക്ക്ഡോർ അറ്റൻഡൻസ് ഇൻ കേസ് ഓഫ് അൺഓഥറൈസ്ഡ് ആബ്സെന്റീസ്. സോ ഈ വരുന്ന എല്ലാ ഓപ്ഷനും നമുക്ക് റിജക്ട് ചെയ്യാം. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ 2, A, B, C, D. Allowing employees children to come to work with them occasionally to celebrate a special occasion. Then എന്താണ്? Accompanying employees to their children's ball game. Then sending birthday cards or cake to employees' family members. Driving to an employee's house to be with her or his family following death in the family. Okay. Next question. A culture is transmitted to employees in number of forms. Which among the following is not a form through which organizational culture can be transmitted? നമുക്കറിയാം സ്റ്റോറീസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. റിച്വൽസ്, പ്രീ കൺസീവ്ഡ് വാല്യൂസ് അല്ലെ, നമുക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ വി കനോട്ട് ട്രാൻസ്മിറ്റ് ടു പ്രീ കൺസീവ്ഡ് വാല്യൂസ്. ഓക്കെ, എന്താണ്? അപ്പൊ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. സോ മെറ്റീരിയൽ സിമ്പിൾസ്, അതും കറക്റ്റ് ആണ്. ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ദിസ് ഇസ് പ്രീ കൺസീവ്ഡ് വാല്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, arrange the steps of buying process or consumer decision making process from beginning to end. വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ്. കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ പ്രോസസ്, അത് ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ മോഡൽ അല്ലെങ്കിൽ ബൈയിങ് പ്രോസസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് നീഡ് റെക്കഗ്നിഷൻ. നമുക്കൊരു നീഡ് ഉണ്ടായിരിക്കണം. ദെൻ വി വിൽ സെർച്ച് അബൌട്ട് ദ ഇൻഫർമേഷൻ. So second stage is information search. Third stage is evaluation of alternative. Okay, നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷനിൽ നിന്നും പല പല ഓൾട്ടർനേറ്റീവിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. Then we will purchase and last one is post purchase behavior. So ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 3 ആണ്. എന്താണ്? A, C, B, D, E. Okay. Next question. Interest received by a banking company is covered under which of the following activities of cash flow statement? Okay,
നമുക്കറിയാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇൻകം ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻകം ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ പ്രീവിയസ് ഇയറിലെല്ലാം നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏതൊക്കെയാണ് മെയിൻ ആക്ടിവിറ്റീസ് അണ്ടർ വിച്ച് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആർ പ്രിപ്പയർഡ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ്, ഓപ്പറേറ്റിംഗ് ആൻഡ് financing activities. So interest received by banking company is covered under operative activities of cash flow statement. Okay, option number 1 ആണ് correct ആയിട്ടുള്ള option. Next question, the basic control process involves A. Establishment of standard, B. Feedback, correction of deviation, D. Feed forward, E. കറക്ഷൻ ഓഫ് സ്ട്രാറ്റജി. നമുക്കറിയാം കൺട്രോളിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്, ദെൻ വി വിൽ മെഷർ ദ പെർഫോമൻസ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പയറിംഗ് ദ പെർഫോമൻസ് ടു ദ സെറ്റ് സ്റ്റാൻഡേർഡ്സ്, ദെൻ അനലൈസിംഗ് ഓഫ് ഡീവിയേഷൻ ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ആസ് റിക്വയർഡ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ എ എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്, അത് കറക്റ്റ് ആണ്. ബി ഫീഡ്ബാക്ക്, അതായത് സ്റ്റേജ് 3 നമ്മൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡിനോട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്, ശരിയാണ്. സി കറക്ഷൻ ഓഫ് ഡീവിയേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾക്ക് കൺട്രോളിംഗ് പ്രോസസ്സിൽ വി വിൽ അനലൈസ് ദ ഡീവിയേഷൻ ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് സ്ട്രാറ്റജി. സോ ഇതൊരു തെറ്റായ ഒരു ഓപ്ഷൻ ആണ്. ഫീഡ് ഫോർവേഡ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കൺട്രോളിംഗ്, അതും തെറ്റാണ്. ഇ കറക്ഷൻ സ്ട്രാറ്റജി, ഇറ്റ്സ് ഓൾസോ കറക്റ്റ്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് എ, ബി, ഇ only. Okay. Next question, performance appraisal too often degenerates into a dishonest annual ritual. ഇതാരാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഒരു എന്താണ് NTA ക്വസ്റ്റ്യൻസിൽ നമുക്ക് കൂടുതലും ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു തിയറി മെൻഷൻ ചെയ്തിട്ട് ആരാണ് ആ തിയറി കൊണ്ടുവന്നതെന്ന് ചോദിക്കാറുണ്ട്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ആംസ്ട്രോങ് ആൻഡ് മോർലിസ്. ഇവരാണ് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ ടു ഓഫൺ ഡീജനറേറ്റ് ഇൻ ടു എ ഡിസ്ഹോണസ്റ്റ് ആനുവൽ റിച്വൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are the components of strategy for a firm according to Iger Ansoff? Okay, strategic decision making il nammal important aayittu use cheyyuna oru tool aanu Ansoff metrics. Okay, so idil endana product and market scope, idoru correct aayittulla oru option aanu. Growth vector correct aanu. Competitive advantage adum correct aanu. Synergy, it's a wrong answer, wrong option. So here we have A, B, C as correct answer. Correct answer എന്ന് പറയുന്നത് A, B, C ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A, B, C ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following formula is appropriate to determine the market price per share as per Waters model of dividend? നമുക്കറിയാം മെയിൻ ആയിട്ട് നമുക്ക് 3 ഡിവിഡൻഡ് തിയറി ആണുള്ളത്. ആരുടെയൊക്കെയാണ്? വാട്ടേഴ്സ് ഡിവിഡൻഡ് മോഡൽ, ഗോർഡൻ ഡിവിഡൻഡ് മോഡൽ ആൻഡ് MM അപ്രോച്ച്. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, തിരിച്ചു മറിച്ചു എല്ലാം ഡിവിഡൻഡ് മോഡല്. മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്നത് ഡിവിഡൻഡ് മോഡൽസിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വാട്ടർ മോഡൽ, ഗോർഡൻ മോഡൽ ഉപയോഗിച്ച് എന്താണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെയാണ് വാട്ടേഴ്സ് മോഡലിന്റെ അസംഷൻസ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കാണാറുള്ളത്. സോ ആസ് പെർ വാട്ടേഴ്സ് മോഡൽ വി ആർ കാൽക്കുലേറ്റിംഗ് ഡിവിഡൻഡ് ഓർ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. സോ ആസ് പെർ വാട്ടേഴ്സ് മോഡൽ, how we calculate P, that is the market price per share equal to D plus R by KE into E minus D divided by KE. നമ്മുടെ ഇതാണ് നമ്മൾ നോർമൽ ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. സോ ഹിയർ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ നമ്പർ 3.
Okay. So next question. List 1 and list 2. ഇതൊരു match the following question ആണ്. കുറച്ച് HRD തിയറീസ് അല്ലെങ്കിൽ HRD കോൺസെപ്റ്റ് അവർ തന്നിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എ ഉദയ് പരേഖ് ആൻഡ് ടി.വി. റാവു, അൾറിച്ച് ആൻഡ് ലേക്ക്, ഫ്രൈഡ്മാൻ, കർട്ടിസ് ആൻഡ് ടീം. ഇവിടെ നമുക്ക് HRD ഫ്രെയിംവർക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് HRD സിസ്റ്റം അപ്രോച്ച്, ഹ്യൂമൻ ക്യാപിറ്റൽ അപ്രോച്ച്, ദ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് അപ്രോച്ച് ആൻഡ് പീപ്പിൾ ക്യാപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ. നമുക്കിവിടെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് അറിയാവുന്ന ഒരു ഓപ്ഷൻ ആണ് ഫ്രൈഡ്മാൻ. ഈസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ക്യാപിറ്റൽ അപ്രോച്ച്. സിക്ക് 2 വന്നിരിക്കുന്ന ഒരേ ഒരു ഓപ്ഷൻ ആണുള്ളത്, ഓപ്ഷൻ നമ്പർ എ. അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് പർച്ചേസ് ദ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി? ഇതും നമുക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി, എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു കൺട്രീസ് ഡിപ്പെൻഡ് അപ്പോൺ റിലേറ്റീവ് പർച്ചേസിംഗ് പവർ ഓഫ് ദ റെസ്പെക്റ്റീവ് കറൻസീസ്. സോ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് കാസൽ ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ എ. Next question. If the current ratio 4.5:1, liquid ratio 3:1, inventories are 3 lakhs, and what is the value of quick asset? Okay. Question. If current ratio 4.5:1, liquid ratio 3:1, inventories are 3 lakh, what is the value of quick asset? അപ്പം ഇതൊരു പ്രോബ്ലം കോൺസെപ്റ്റ് ആണ്. നമ്മൾ പ്രോബ്ലംസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വിത്ത് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 4, 6 lakhs. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ദ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ആൻഡ് വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. ഓക്കെ, നമുക്കറിയാം ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. Then next is Electronics and Computer Software Export Council. എന്താണ് അത് എവിടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂഡൽഹി. ന്യൂഡൽഹി. Then Council of Leather Exports in Chennai. So right answer is option number 2. Okay, next question. Who has proposed balanced scorecard as a tool for financial excellence in organization? Okay, balanced scorecard ഇത് കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് എസ് കാൽപൻ ആൻഡ് ഡേവിഡ് പി മോർട്ടൺ. ഇവരാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ബാലൻസ്ഡ് സ്കോർ കാർഡിൽ നമുക്ക് 4 ആസ്പെക്ട് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്: ഫൈനാൻഷ്യൽ, ബിസിനസ് പ്രോസസ്, കസ്റ്റമർ ആൻഡ് ഓർഗനൈസേഷണൽ കപ്പാസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When can brand extension not fail? Okay, എപ്പോഴാണ് ഇതിൽ ഏതൊക്കെയാണ്? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When can brand extension not fail? നമുക്ക് 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ നമ്പർ 1, if without offering any functional or psychological advantage. അത് wrong ആണ്. If extension is done considering that it is less costly than alternative launch strategy. Wrong option. Okay, wrong option. If the management do not provide enough fund believing that spin-off effects from the original brand name will compensate. Wrong option. So correct answer എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ 4 ആണ്. If customer attributes the quality association, they have original brand of new product. Okay. So next question. Arrange the financial institution according to their formation from earliest to latest. Okay, നമുക്കറിയാം എന്താണ് ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1948. Then എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്നത് എപ്പോഴാണ്? 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1921. Then നാഷണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, that is 1954.
4. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഏതാണ്? Correct answer is option number A. Okay. Next is, which one of the following is responsible to notify a separate Indian accounting standards for insurance companies? The correct answer IRDA aanu. Okay. Next question, methods of risk analysis and meaning. Okay, നമുക്ക് risk analysis method അവർ കൊടുത്തിട്ടുണ്ട്. Sensitivity analysis, scenario analysis, simulation analysis and decision tree analysis. അതിന്റെ explanation ആണ് ലിസ്റ്റ് 2-ൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്താണ്? സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനലൈസിംഗ് ഓഫ് പ്രോജക്ട് NPV or IRR for a given change in one variable at a time. Scenario analysis എന്ന് പറഞ്ഞാൽ എന്താണ്? Analyzing the project's NPV or IRR for a given change in combination of variable. Okay. Then simulation. And the correct answer A ആണ്. Then decision tree means it provides a way to present different possibilities so that we can sure which decision we make today. അപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് decision tree method. So correct option is option number 2. Okay. Next question, who has developed pestle analysis? ആരാണ് pestle analysis method develop ചെയ്തത്? Right answer Johnson and Scholes. Pestle analysis ൽ നമുക്ക് എന്തൊക്കെ അനാലിസിസ് ആണുള്ളത്? പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ അനാലിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1-to-1 മാർക്കറ്റിംഗ് ഓർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഡസ് നോട്ട് ഇൻവോൾവ്. ഇതിൽ ഏതൊക്കെയാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗിൽ ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈങ് കസ്റ്റമർ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഡിഫറൻഷിയേറ്റിംഗ് ദ കസ്റ്റമർ, ഇറ്റ്സ് ഓൾസോ എ കറക്റ്റ് ആൻസർ. ലോയൽ കസ്റ്റമർ ആർ ലോയൽ കസ്റ്റമർ ആർ ചീപ്പർ ടു സെർവ്. ഇതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണോ? അല്ല, ഇറ്റ്സ് എ റോങ് ആൻസർ. ഇന്ററാക്ടിംഗ് വിത്ത് കസ്റ്റമർ, അതും ശരിയാണ്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്യൂമർ മോട്ടിവേഷൻ ആൻഡ് മീനിങ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത്. സോ എന്താണ് നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി, കൺസ്യൂമർ മോട്ടിവേഷൻ. എന്താണ് കൺസ്യൂമർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ? when arouse a sufficient level to drive one to act. Motivation also, it's a inner energizing force or inner energizing drive to act in a particular way. Adana motivation. So ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് കൺസ്യൂമർ മോട്ടിവേഷൻ. അപ്പൊ കൺസ്യൂമർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? when arouse a sufficient level to drive one to act. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് an inner energizing force or inner energizing drive to act in a particular way. So B is 4. Then we have consumer perception. Perception എന്ന് പറഞ്ഞാൽ എന്താണ്? It is the process by which we select, organize and interpret input to create meaningful pictures of the world. Okay, ഇത് രണ്ടുമാണ് നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. എക്ക് 3, ബിക്ക് 4, സിക്ക് 2 ആൻഡ് ഡിക്ക് 2. Okay. Next question, which of the following are the modes of strategic decision making according to Mintzberg? നമുക്കറിയാം, as per the strategic decision making model of Mintzberg, we have entrepreneurial, adaptive, planning and local incrementation. So നമുക്കറിയാം as per Mintzberg So നമുക്കറിയാം as per Mintzberg mode of strategic decision making നമുക്ക് entrepreneurial, adaptive, planning and local incrementalism.
സോ ഇതിലെ റൈറ്റ് ആൻസർ എന്റർപ്രിനറിയൽ മോഡ് ഉണ്ട്, അഡാപ്റ്റീവ് മോഡ് ഉണ്ട്, പ്ലാനിംഗ് മോഡ് ഉണ്ട്, ലോക്കൽ ഇൻക്രിമെന്റലൈസേഷൻ മോഡ് ഇല്ല. ഓക്കെ, നമുക്ക് ലോക്കൽ ഇൻക്രിമെന്റലിസം ആണുള്ളത്, നോട്ട് ലോക്കൽ ഇൻക്രിമെന്റലൈസേഷൻ. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് എ, ബി, സി. Next question, which of the following is incorrect relationship between mean, median and mode? Mean, median, മോഡിനെ പറ്റിയുള്ള ഇൻകറക്റ്റ് റിലേഷൻഷിപ്പ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തെ ഓപ്ഷൻ 3 മീഡിയൻ മൈനസ് 2 മീൻ കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 ഓൾസോ correct. Option 4, it is a wrong option. Okay, mean minus mode equal to 3 mean minus median. Okay, so this is a wrong option. So option number 4 is the correct answer. Next question, what are the factors to be considered before entering international market? നമുക്ക് economic factor ഉണ്ട്, brand extension factor ഉണ്ട്. സോ നമുക്ക് എക്കണോമിക് ഫാക്ടർ ഉണ്ട്, ബ്രാൻഡ് എക്സ്റ്റൻഷൻ ഫാക്ടർ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടർ ഉണ്ട്. ഓക്കെ, ബ്രാൻഡ് ലോയാലിറ്റി ഫാക്ടറും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടർ. സോ ഹിയർ ദ ആൻസർ ഈസ് എ, സി, ഇ. ഓപ്ഷൻ നമ്പർ എ അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ? ഓക്കെ, നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റലിലെ രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് കറന്റ് അസെറ്റ്സ്. സോ എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറന്റ് അസെറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. ഓക്കെ, ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടീംസ് ആൻഡ് മീനിങ്. പലതരത്തിലുള്ള ടീംസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ മീനിങ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിയറീസ്. നമ്മൾ 4 തിയറീസ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ തിയറി കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മാനേജ്മെന്റ് ഗ്രിഡ്, തിയറി ഓഫ് ഓൺട്രപ്രണറിയൽ സപ്ലൈ, തിയറി എക്സ് ആൻഡ് വൈ, ERG തിയറി. മാനേജറിയൽ ഗ്രിഡ്, റോബർട്ട് ആൻഡ് ബ്ലേക്ക് മാനേജറിയൽ ഗ്രിഡ്. ദെൻ തിയറി ഓഫ് ഓൺട്രപ്രണറിയൽ സപ്ലൈ തോമസ്, തിയറി എക്സ് ആൻഡ് വൈ ഗ്രിഗേഴ്സ്, ERG theory Aldefers, ERG theory. So here the right answer is option number 1. Next question, places where the conference of United Nations of Trade and Development held, which country? So the right answer is option number A. ഇതൊരു current affair oriented question ആണ്. Next question, which of the following are the significance of foreign exchange? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ റേറ്റ് അറ്റ് വിച്ച് ഡിഫറെന്റ് മോണിറ്ററി യൂണിറ്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ്. ഓക്കെ, സോ അതൊരു റൈറ്റ് ഓപ്ഷൻ ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ആർ ലിക്വിഡേറ്റഡ് ബൈ ഡിഫറെന്റ് കൺട്രീസ്. അതും ശരിയാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റേറ്റ് ഓഫ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി. അതും ശരിയായ ഒരു ഓപ്ഷൻ ആണ്. It is a process through which goods are purchased or sold in domestic country. So ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. Okay, so the right answer is A, B, C only. Okay, right answer is A, B, C only. Next question, which of the following is not a substantive document used in foreign trade? ഓക്കെ, നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട കുറച്ച് ഏരിയയാണ് ഏതൊക്കെയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ടിലെ സ്റ്റേജസ്, ഏതൊക്കെയാണ് സബ്സ്റ്റാൻസീവ് ഡോക്യുമെന്റ് ആൻഡ് ഓക്സിലറി ഡോക്യുമെന്റ്സ് ഓർ പ്രൈമറി ഡോക്യുമെന്റ് ആൻഡ് സെക്കൻഡറി ഡോക്യുമെന്റ്സ്. ഓക്കെ,
So ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? So ഇതിലെ റൈറ്റ് ആൻസർ ഈസ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. So bill of landing, marine insurance, bill of exchange ഇതെല്ലാം സബ്സ്റ്റാൻസീവ് ഡോക്യുമെന്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ഇറ്റ്സ് an auxiliary document. So next question, which of the following is, so next question എന്താണ്? ലിസ്റ്റ് ഓഫ് ട്രേഡ്സ് ആൻഡ് മീനിങ്. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാം. ഓക്കെ, എക്സ്ട്രാവേർഷൻ, അഗ്രിയബിൾനെസ്, കോൺഷ്യഷ്യസ്. സോ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആൻസർ ആണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ So correct answer is option number 3. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. The critical analysis and assessment of strength and weakness, opportunities and threats in relation to internal and external environment affecting an entity called SWOT analysis. Okay. Next question, arrange the stages of evolution of benchmarking from first generation to fifth generation in proper order. നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? റിവേഴ്സ് ബെഞ്ച് മാർക്കിംഗ്, ദെൻ കോമ്പറ്റിറ്റീവ് ബെഞ്ച് മാർക്കിംഗ്, പ്രോസസ് ബെഞ്ച് മാർക്കിംഗ്, സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ ഇറ്റ് ഈസ് ഗ്ലോബൽ ബെഞ്ച് മാർക്കിംഗ്. സോ ഹിയർ ദ റൈറ്റ് ഓർഡർ ഏതാണ്? റൈറ്റ് ഓർഡർ ഓപ്ഷൻ നമ്പർ 2 ആണ് റൈറ്റ് ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are the reasons of time preference of money or time value of money? ഇത് നമുക്ക് വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ടൈം വാല്യൂ ഓഫ് മണി. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെയാണ് റീസൺസ് ഫോർ പ്രിഫറൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി? സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ഫ്യൂച്ചർ അൺസർട്ടൻ ശരിയാണ്. പ്രിഫറൻസ് ഫോർ പ്രസന്റ് കൺസെപ്ഷൻ അതും ശരിയാണ്. വാല്യൂ ഓഫ് മണി വുഡ് ബി ഇൻക്രീസ്ഡ്, ഇവിടെ നമുക്കൊരു വുഡ് ബി ഇൻക്രീസ്ഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ റോങ്. റീഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കറക്റ്റ് ആൻഡ് റിസ്ക്. സോ റൈറ്റ് ആൻസർ ഈസ് എ, ബി, ഡി, ഇ. വളരെ ട്രിക്കി ആയിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാല്യൂ ഓഫ് മണി എന്താണ്? ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊപ്പൗണ്ടർ ഓഫ് തിയറി ആൻഡ് തിയറി. ഏതൊക്കെ തിയറി ആരൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ജോൺ സ്കോൾസ് ആണ് പെസ്റ്റ് അനാലിസിസ്, മൈക്കിൾ പോർട്ടർ വാല്യൂ ചെയിൻ, ദെൻ ഡേവിഡ് ആൻഡ് മോർട്ടൺ എന്താണ്? ബാലൻസ്ഡ് സ്കോർ കാർഡ്. ജോയൽ ഡി ആണ് സൈക്കിൾ ഓഫ് കോമ്പറ്റേറ്റീവ് ഡീജനറേഷൻ. ഓക്കെ, so here the right answer is option number 2. Next question, capital structure theories and explanation. നമുക്ക് മെയിൻ ആയിട്ടും ക്യാപിറ്റൽ സ്ട്രക്ചർ 3 തിയറീസ് ആണ് ഉള്ളത്. നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഓപ്പറേറ്റീവ് ഇൻകം തിയറി, മോഡിഗ്ലാനി തിയറി ആൻഡ് one more theory is also there, that is traditional approach. So here the right answer is option number 4. Okay, next question, behavioral modeling is a type of training program which the organization may adopt train its employees. Which one of the? Next question, behavioral modeling is a type of training program which the organization may adopt to train its employees. Which one is not included in behavioral modeling? Okay, so നമുക്കറിയാം ഈ റോൾ പ്ലേ ഉണ്ട്, ഓക്കെ, മോഡലിംഗ് ഉണ്ട്, okay, social reinforcement on. Next question, arrange the studies of approach relating to management or managing men at work from. So next question 89, arrange the studies or approaches relating to management. So next question, arranging these studies or approaches relating to managing men at work from earliest to the latest.
Okay, so ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ബി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Okay, next question. Who has elected as the first General Secretary of Indian National Trade Union Congress? Option number 2 ആണ് right answer. Next question. Which of the following are the dimension of culture developed by Horsfield? So Horsfield Horsfield culture ന്റെ നമുക്ക് culture dimensionൽ നമ്മൾ പഠിച്ചിരുന്നു power distance, uncertainty avoidance, individualism and collectiveness, then masculinity versus femininity, short and long term orientation. So here the right answer is A, B, C only. Next question. Which of the following are the classification have been made of enterprises under micro, small and medium enterprises? Okay. So ഇതിൽ ഏതൊക്കെയാണ്? നമുക്കറിയാം മൈക്രോ ഉണ്ട്, മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, then next is tiny enterprises. എന്താണ്? റീസെന്റ് 2000 ആക്ടിൽ അമെൻഡ് ചെയ്തതിന് ശേഷമാണ് അവർ ടൈനി എന്റർപ്രൈസസ് ആഡ് ചെയ്തത്. സോ ഹിയർ ദ ആൻസർ ഈസ് എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, എ, ബി, സി ആൻഡ് ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ സീക്വൻസ് ഓഫ് പ്രോസസ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? Set of null hypothesis and alternative hypothesis. അതിനുശേഷം നമ്മൾ എന്താണ്? Choosing of level of significance. Then we will select the appropriate test statistics, establishment of decision rule and perform the test. So here the right answer is option number C. Option number C ആണ് correct answer. B, A, C, D, E. That's correct answer. So next question. 94. Name of the leader of entrepreneur and the companies. So here the right answer is option number 2. Which of the following are financial assets? Okay, വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഇതിൽ ഫൈനാൻഷ്യൽ അസറ്റ്സ്? ഏതൊക്കെയാണ് ഫൈനാൻഷ്യൽ അസറ്റ്സ്? The options are share, debentures, lease obligation, proprietary plant and equipments, borrowing from financial institution. So here the right answer is A, B, D. A, B, D and right. So here the right answer is A, B, D. Share, debenture, proprietary plant and equipment. Lease obligation illa, borrowing from financial institution illa. Next question. Arrange the steps in strategic planning in a proper sequence. The correct answer is option number. Next question. Which of the following are the factors to be given weightage esteem for evaluating the quality improvement under Kaizen? So ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഇതിനകത്ത് ആറ്റിറ്റ്യൂഡ് ഇല്ല, സേഫ്റ്റി ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, എനർജി സേവിംഗ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. സോ here the right answer is B, C, D, E only. Okay. So next question. Which of the following are the factors to be given weightage for ASTEM for evaluating the quality improvement? So A for attitude, S for safety. Okay. So the correct answer is A is there, S is safety is there, productivity is there, energy saving is there, management is not there. So correct answer is A, B, C, D only. Okay. Next question. Arrange the following process of zero-based budgeting in a proper sequence. Correct answer is option number 3. Next question. Which of the following is correct statement regarding to PERT and CPM? Okay. ഇതിനകത്ത് നമുക്കറിയാം both the techniques are use similar technology and purpose. Correct. Both the techniques were developed independently each other. 2005 wrong. PERT was developed and used in conjunction with the planning and designing of Polaris submarine system. Correct ആണ്. D correct ആണ്. Okay. So here the right answer E also correct ആണ്. The right answer is A, C, D, E only.
So last question, arrange the steps of pest analysis in proper order. Okay. So correct answer is option number A. Okay. So അടുത്ത ഭാഗത്തിൽ നമ്മൾ റിമൈനിങ് ക്വസ്റ്റ്യൻസ് വളരെ ഡെപ്ത് ആയിട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ്. അപ്പൊ അടുത്ത സെക്ഷനിൽ നമ്മൾ പാർട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ പ്രോബ്ലംസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.